പ്രിയമുള്ളവരെ, നല്ല സൂപ്പർ ഡൈസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫാൻ കൂളറാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ കൂളിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഡൈസൻ്റെ പല വാക്വം ക്ലീനറുകളും ഇത് കണക്ക് എയർ കൂളറുകളും പിന്നെ മൊബൈൽ റോബോട്ടിക് ആയിട്ടുള്ള വാക്വം ക്ലീനറുകൾ സ്വന്തമായിട്ട് അത് ഓടിപ്പോയി എല്ലാം ക്ലീൻ ചെയ്യും. അങ്ങനത്തുള്ള വാക്വം ക്ലീനറിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളും ഇലക്ട്രിക് സൈക്കിളുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ 279, 500, 600 യൂറോയ്ക്കൊക്കെ ഉള്ള ഈ ഒരു ഫാനാണ്, ഡൈസൻ്റെ ഫാനാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നിന്നപ്പോൾ തന്നെ ഈ ഒരു ഹോളോ ക്യാവിറ്റിയുടെ മുമ്പിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള കൂളിംഗ് കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കണ്ടൻസേഷനായിട്ട് കുറച്ച് വാട്ടറൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിനകത്ത് വാട്ടർ കാരിയറോ വാട്ടറിൻ്റെ ഇതൊന്നും എനിക്ക് കാണാനൊന്നും കഴിഞ്ഞില്ല. എന്താണ് ഇതിൻ്റെ ടെക്നോളജി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആളെ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ സംഭവം എയർ കണ്ടീഷൻ പോലെ വളരെ നല്ല കൂളിങ്. ഏകദേശം 5 മോഡുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്പീഡ് തന്നെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനൊരു റിമോട്ട് കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു റിമോട്ട് കൺട്രോൾ അറ്റാച്ച് ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു ടവർ പോലെ നമുക്ക് വെക്കാം. മാത്രമല്ല ഇത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് 360 ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ താഴെ കാണുന്ന ഒരു ഫിൽറ്റർ കണ്ടില്ലേ, അതിലൂടെ വളരെ ശുദ്ധമായിട്ടുള്ള കാറ്റ് അതിലൂടെ കയറിയിട്ട് നമുക്കിത് ആ ഹോളോ ക്യാവിറ്റിയുടെ എതിർവശത്തുകൂടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു നമ്മുടെ റൂഫ് ലൈറ്റ് പോലെയാണ് ഇരിക്കുന്നതെങ്കിലും വളരെ മനോഹരമായിട്ട് സൂപ്പർ കാറ്റാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കാറ്റ്. എൻ്റെ വിലയെന്ന് പറയുന്നത് 250 മുതൽ 500, 600 യൂറോസാണ് വിലയെന്ന് പറഞ്ഞാൽ. 600 ആയപ്പോൾ തന്നെ 50,000 രൂപയോളമൊക്കെ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക കാണുമല്ലോ. ഇത് 539 യൂറോ. ാണ് ഈ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ഡൈസൺ പ്യുവർ കൂൾ എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഫുൾ കാര്യങ്ങളുണ്ട് കേട്ടോ, കണ്ടില്ലേ? കാരണം ഇവിടെ ലൈറ്റ് ഇങ്ങനെ കുറവായതുകൊണ്ടാണ് കേട്ടോ. സംഭവം കൂളിയാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇത് റോബോട്ടാണ്. ഇതുപോലെ ഓടി കിടന്ന് അത് ക്ലീൻ ചെയ്യും. മനസ്സിലായില്ലേ? ഇൻ്റലിജൻ്റ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് നാവിഗേഷൻ ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യും. അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ ഡെമോ ആണിത്. നമ്മൾ ഇത് ഓൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. റീചാർജ് ചെയ്ത് ഓൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഇത് ഓടി നടന്ന് മേശയുടെ അടിയിലും എല്ലായിടവും കയറി എല്ലായിടവും ക്ലീൻ ചെയ്ത് നമുക്ക് ടെലിഫോണിലെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. ആൻഡ്രോയിഡ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. ഇത് ഇവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇത് തന്നെ ഓടി നടന്ന് എല്ലാം ക്ലീൻ ചെയ്യും. 360 ഹ്യൂറിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ 360 റൊട്ടേഷനിൽ എല്ലായിടവും പോയിട്ട് 360 വിഷനുണ്ട് ഇതിനകത്ത്. ക്യാമറയൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഈ ക്യാമറ ഉപയോഗിച്ചാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് പല പ്രോഗ്രാംസും എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ചെറിയൊരു സാധനമാണ് കേട്ടോ. ഓടി കിടന്നത് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും വീട്ടിനകത്ത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ നടുവാണെങ്കിൽ പണങ്ങൊന്നും എടുക്കണ്ട. അതേ കണക്കിന് വലിയ ഫാൻസൊക്കെ കണ്ടില്ലേ, ഈ ഡൈസൻ്റെ തന്നെ ലൈറ്റ് കണ്ടില്ലേ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അതേപോലെ ഏകദേശം ഇരിക്കുന്നതേ ഉള്ളൂ. നല്ലൊരു സ്റ്റാൻഡ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിന് 549 യൂറോയാണ് എൻ്റെ വിലയെന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കണ്ട സംഭവം. ഇതിൻ്റെ ലെവൽ അറിയണം. ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ കൂടിയാണ് കൂളിങ് വരുന്നുണ്ടോ. അടിപൊളി കൂളിങ് കേട്ടോ. എന്താ അതിൻ്റെ ടെക്നിറ്റി എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഹ്യൂമിഡിഫൈയും ചെയ്യാൻ പറ്റും. കൂൾ എയറാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. ഭയങ്കര ടെക്നോളജി തന്നെ കേട്ടോ. ഭയങ്കര ടെക്നോളജി സെറ്റ് തന്നെ. എന്ന് പറയുന്നത് കംപ്രസർ ഒന്നും ഇല്ല കേട്ടോ. നല്ല ക്ലീനായിട്ട് വരും. എയർ ഫിൽട്ടർ ചെയ്ത് നല്ല ക്ലീൻ എയർ വരും. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 670 യൂറോ ആണ് വിലയെന്ന് പറയുന്നത്. തന്നെ അതിൻ്റെ വലുത് കണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ സാധനം കേട്ടോ. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. നമുക്കിതെല്ലാം സാമ്പിളാണ് വെച്ചിരിക്കുന്നത്. അതെ, ഇതിനകത്ത് ഡിസ്പ്ലേ ഉണ്ടോ? ഡിസ്പ്ലേ ഒന്നുണ്ടോ? ഇത് ഇതിൽ കൂടിയാണ് കാറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്തും വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കെമിക്കൽ ഫോമുലാസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുറേ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ടോ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 599, 600 യൂറോ തന്നെ. ഇതെല്ലാം
റോബോട്ടാണ്. എല്ലാം ക്ലീൻ ചെയ്യുന്ന റോബോട്ടുകളാണ്. നമ്മൾ ബാത്റൂം ആണെങ്കിലും അടുക്കളയാണെങ്കിലും എല്ലാം ഓടി കിടന്നത് ക്ലീൻ ചെയ്ത് കൊടുക്കണ്ട. അതിൻ്റെ കാറോ എന്തെങ്കിലുമൊക്കെ വഴി കിടന്ന് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ മാറി അതെടുക്കാതെ പൊടിയെല്ലാം മാത്രം എടുക്കുന്ന റോബോട്ടുകളൊന്നുമില്ല. അതാണ് 215 യൂറോയ്ക്ക് 169 യൂറോയ്ക്ക് പല വിലയ്ക്കുള്ള റോബോട്ട്സ് ഉണ്ട്. മനസ്സിലല്ലേ? ഇതെല്ലാം ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. 149, 579 പല വിലയ്ക്കുള്ള റോബോട്ടുകളാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ സ്റ്റേഷനാണിത് കേട്ടോ. ഇതിനൊക്കെ റോബോട്ടിക് ചാർജിങ് സ്റ്റേഷനാണ്. ഈ ചാർജിങ് സ്റ്റേഷൻ ഉൾപ്പെടെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഓരോ റോബോട്ടിനും ഈ ഒരു വാക്വം ക്ലീനറാണ് ഈ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും. ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു സാമ്പിളാണ് ഇത് കയറേണ്ടത് കേട്ടോ. പറഞ്ഞത് ഇത് ഏതൊക്കെ സർഫസ് ഉണ്ടെന്ന് എല്ലാം ഓടി കിടന്നത് ക്ലീൻ ചെയ്ത്. അതുകൊണ്ടാണ് ഈ പല സർഫസ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ കയറല്ലേ. അപ്പോൾ ഇതൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് ഓട്ടിക്കാം. കണ്ടില്ലേ? അപ്പോൾ അതിനോട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ്. ഇവിടെ നോക്കിക്കേ, ഇത് ആക്ച്വലി മീഡിയ മാർട്ട് എന്ന് പറയുന്നൊരു വലിയൊരു ഷോപ്പാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. വളരെ സെറ്റാണ് കേട്ടോ. ഇവിടെ കിട്ടാത്തതായിട്ട് യാതൊരു സംഭവങ്ങളില്ല. ഇതൊന്ന് മേടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. 20 യൂറോ അതിന് വില. നമ്മൾ പത്തിരിയൊക്കെ കോരാൻ ബെസ്റ്റാണ് കേട്ടോ. പത്തിരിയൊക്കെ അടിക്കുന്നവർക്ക് നമുക്ക് സൂപ്പറായിട്ട് അടിക്കാൻ പറ്റും. പത്തിരിയൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോരാൻ പറ്റുന്നതാണ്ടാ. എന്താ സംഭവം സെറ്റ് സാധനങ്ങളാണ്. പക്ഷേ ഇത് വിലയുണ്ട് കേട്ടോ. ഇത് ഒരുപാട് സ്ഥലത്ത് നോക്കിയതായിരുന്നു. 24 യൂറോ ആണ് കേട്ടോ. ഭയങ്കര വിലയാണ്. പക്ഷേ ക്വാളിറ്റിയാണ് കേട്ടോ. ഭയങ്കര ക്വാളിറ്റിയാണ്. എല്ലാം ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. നമുക്ക് റീചാർജബിൾ ആണ്. ഇതൊക്കെ വാക്വം ക്ലീനേഴ്സ്. ഇന്നും വാക്വം ക്ലീനർ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഫാനും വേണ്ട. എല്ലാ വാക്വം ക്ലീനേഴ്സും ഇവിടെ ഇങ്ങനെ നേരത്തെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് 239 യൂറോ, 250 യൂറോ, 225 യൂറോ, 229 യൂറോ ഇങ്ങനെ പല പല വിലയ്ക്കുണ്ട് കേട്ടോ. നമുക്ക് നിന്നുകൊണ്ട് വാക്വം ചെയ്യാം. ഇതിനകത്ത് തന്നെ ഈ മെഷീനിൽ തന്നെ വരും. ഇതിൽ ഡ്രാഗൺ കണക്ക് ഇരിക്കുന്നു. ഡ്രാഗൺ ഫ്ലൈ ഒക്കെ കണക്ക്. മനസ്സിലായില്ലേ? നമുക്ക് അല്ലേ എല്ലാം വെറ്റൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന വാക്വം ക്ലീനേഴ്സ് എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. ജർമ്മനിയിലെ കംപ്ലീറ്റ് സംഭവങ്ങളും ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഞാനിതൊരു വലിയ ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഷോപ്പിൻ്റെ കാഴ്ചകളൊക്കെ പിന്നെയും കാണിക്കാം. ഡൈസൻ്റെ തന്നെ 619 ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇതും വാക്വം ക്ലീനർ തന്നെയാണ്. തറയൊക്കെ നമുക്ക് തുടയ്ക്കാനൊക്കെ പറ്റും. അതായത് വെറ്റ് ഉപയോഗിച്ച് തുടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് മറ്റേ ടവർ ഫാൻ പോലത്തെ സാധനങ്ങൾ കണ്ടല്ലേ? അതിൻ്റെ സെറ്റ് തന്നെ കേട്ടോ. ഭയങ്കര ടെക്നോളജി തന്നെ. അതാ ഇവിടെ വേറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. വേറെ റാപ്പ് മുടിയൊക്കെ വലിച്ച് നേരെയാക്കുന്നത് കണ്ടില്ലേ? ഇതിൽ കയറ്റിയിട്ട് നേരെയാക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആക്സസറീസുകൾ 479 യൂറോ, 480 യൂറോ കൂട്ടിക്കോ. ഹെയർ സ്റ്റൈലറാണ്. പല സ്റ്റൈലിലാണ് ഹെയർ ഉണ്ടോ. വലിച്ച് നീട്ടാം, എല്ലാം ചെയ്യാം. അങ്ങനെയുള്ള സെറ്റപ്പാണ്. ഫുൾ സെറ്റ്. അത് ഡൈസൻ്റെ തന്നെയാണ് ബ്രാൻഡ് കണ്ടോ. അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട്. ഫുൾ സെറ്റ്. എല്ലാ സെറ്റ് സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ഫുള്ള് കണ്ടില്ലേ? ആ ഒരു തറ ക്ലീൻ ചെയ്യുന്ന മെഷീൻസുകൾ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മളെ റോബോട്ട്സൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതെന്താ പോയാലോ നമുക്ക് കണ്ടോ. ആക്സറീസുകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. അതിൻ്റെ അകത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അണുക്കളെല്ലാം നശിച്ചു പോകും കേട്ടോ അതിനകത്ത്. എല്ലാ കാര്യങ്ങളും കേട്ടോ. അതാണ് ഈ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. അണുക്കളൊന്നും അണുബാധകളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനത്തെ രീതിയിലാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് സാധനങ്ങളൊക്കെ. ഇതിനെ ഇപ്പുറത്തെ സൈഡും കൂടി കാണിച്ചു തരാം. ഇതെല്ലാം മേക്കപ്പിനുള്ള സെറ്റപ്പാണ് കേട്ടോ. ഈ മുടിയൊക്കെ സ്ട്രൈറ്റനിങ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതിൻ്റെ വിലയൊക്കെ കണ്ടോണം. അതും ഡൈസൻ്റെയാണ്. 500 യൂറോസാണ് വില. കറക്റ്റ് ടെമ്പറേച്ചറാണ്. എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം മുടിയൊന്നും നശിച്ചു പോകത്തില്ല. നമ്മുടെ സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊന്നും അല്ല. അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. 2 യൂറോയ്ക്ക് ഇത് ഉണ്ട്. കംപ്ലീറ്റ് ലൈറ്റ് സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ബാക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് കേട്ടോ. മൂവ് ചെയ്യുമ്പോഴുള്ള ലൈറ്റുകൾ, സാഡിൽ ബാഗ്സുകൾ കണ്ടോ. പൈനിയർ എന്ന് പറയത്തില്ലേ? പൈനിയർ എന്ന് പറയുന്നത് സൈഡ് ബാഗ് ഉണ്ടല്ലോ. നമ്മുടെ സാഡിൽ ബാഗിനെയാണ് ഇവിടെ പൈനിയർ എന്ന് പറയുന്നത്. പൈനിയറുകളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല. വേറെ പമ്പൊക്കെ കണ്ടോ. പമ്പിനൊക്കെ വളരെ ചീപ്പാണ് പ്രൈസ് കേട്ടോ. പമ്പൊക്കെ 10 യൂറോയ്ക്കൊക്കെ ഉള്ളൂ. ഇതാണ് സൈക്കിൾ കാരിയർ. ഇങ്ങനെ സൈക്കിൾ വെച്ചുകൊണ്ട് പോകാനുള്ളത് 269 യൂറോയ്ക്ക് സൈക്കിൾ കാരിയറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് അത് കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള മറ്റേ ബേബി കാരിയർ. പിന്നെ സൈക്കിൾ ചവിട്ടുമ്പോഴുള്ള ഹെൽമെറ്റുകൾ,
അവിടെ സൈക്കിളിലെ ലോക്കുകൾ കാര്യങ്ങൾ സ്ത്രീകളായിട്ടുള്ളവർക്ക് കൊണ്ടുപോകാനുള്ള ഇത് കിറ്റുകളും കാര്യങ്ങളും ഇങ്ങനെ വേസ്റ്റുകൾ കറക്റ്റായിട്ട് ഇടാനുള്ള ഇതൊക്കെ കണ്ടല്ലേ മുട്ടിലേക്ക് ഇടാനുള്ള സെറ്റപ്പ് സാധനങ്ങൾ ലോക്കുകളൊക്കെ കണ്ടോ. ഡിജിറ്റലുണ്ട്, അനലോഗുണ്ട്, പല ലോക്കിങ്ങുകളുണ്ട്. ഇതുണ്ടോ നമുക്ക് ഹോസൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഇത് ഹോസാണ് ഫുള്ളുണ്ടോ. ഓട്ടോമാറ്റിക് ഹോസ് നമുക്ക് തിരിച്ചെടുക്കാം, വലിച്ച് കയറ്റാം. അങ്ങനെ ഇതിനകത്ത് വെള്ളം കണക്ട് ചെയ്താൽ മതി. ഇതിൽ കൂടി വെള്ളം എല്ലാം കറക്റ്റായിട്ട് നമുക്ക് വലിച്ചെടുക്കുന്നതനുസരിച്ച് ഹോസ് വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഗാർഡൻ എന്ന് പറയുന്ന ഹോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇന്ന് വിലയെന്ന് പറയുന്നത് 150 യൂറോയാണ്. ഇതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം റിഫ്ലക്റ്റീവ് കിറ്റാണ് കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഫുള്ള് ഇലൂമിനേഷനാവും. ഇതൊക്കെ നമ്മൾ സൈക്കിൾ ഓട്ടിക്കുമ്പോൾ ഇടുന്നത് കേട്ടോ. ഇതൊക്കെ റിഫ്ലക്റ്റീവ് ജാക്കറ്റുകളാണ് ഇതെല്ലാം. ഇതൊക്കെ സൈക്കിളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഫിഷറിൻ്റെ കാരിയറായത് സൈക്കിളിൻ്റെ ബാക്കിൽ 1 മീറ്റർ കൂടുതൽ വെക്കുന്നെങ്കിൽ ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈക്കിൾ വെക്കുന്നെങ്കിൽ അതിനകത്ത് സിഗ്നൽസ് എല്ലാം വേണം. നമ്പർ പ്ലേറ്റും കൊടുത്തിരിക്കണം. നമ്പർ പ്ലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം അടിച്ചിടണം. അങ്ങനെ അതിൻ്റെ കാരിയറായത്. അതിന് 269 രൂപയാണ് വില കേട്ടോ. ഇത് ഡീറ്റെയിലും ഉണ്ട്, അൺലോക്കൊക്കെ ഉണ്ട്. ഡീറ്റെയിലാണ് ഈ ലോക്കെന്ന് പറയുന്നത്. വളരെ സൂപ്പറാണ് കേട്ടോ. ഹെൽമെറ്റൊക്കെ വളരെ ക്വാളിറ്റിയുള്ള ഹെൽമെറ്റാണ് കേട്ടോ. സംഭവം സൂപ്പർ. ഈ സ്കൂട്ടറിൻ്റെ വിലയെന്ന് പറയുന്നത് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം കേട്ടോ, എല്ലാം ഇത്ര വർഷം കൂടുമ്പോഴും. അതായത് 20 km/h ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത്. അതിൻ്റെ വാട്ട് അനുസരിച്ച് നമുക്ക് ലൈസൻസ് വേണം. ചിലപ്പോൾ നമുക്ക് ബി ക്ലാസ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിനോട് തന്നെ AM ലൈസൻസ് കിട്ടും. ചിലതിനൊക്കെ ലൈസൻസ് വേണം, ചിലതിനൊക്കെ ലൈസൻസ് വേണ്ട. ഇത് കണ്ടില്ലേ, ഇതിന് 12.5 ഫൈനാൻസ് പറഞ്ഞ്. അതായത് 12.5 യൂറോ 24 മാസം വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി മേടിക്കാം കേട്ടോ. ഇതിൻ്റെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 100 kg. എനിക്കും കൊച്ചിനും സുഖമായിട്ട് പോകാം കേട്ടോ. സംഭവം സെറ്റാണ്. ഇതിന് ഞാൻ നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇലക്ട്രിക്കലിന് ഒരു നമ്പറുണ്ട്. ഈ നമ്പറൊക്കെ ഇത് വേണം, മനസ്സിലായില്ലേ. അപ്പം സൈക്കിള് അതേപോലെ തന്നെ ചാർജ് ചെയ്യുന്ന കണക്ക് തന്നെയാണ് ഇതും ചാർജ് ചെയ്യുന്നത്. സംഭവം ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ഓടിക്കാൻ നല്ല ഈ സ്കൂട്ടർ. ഈ ലൈസൻസ് വേണമെന്ന് ഞാൻ ചോദിക്കട്ടെ. രജിസ്ട്രേഷൻ ചെയ്ത നമ്പറൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതുണ്ടോ, Xiaomi എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറിൻ്റെ വില 395 യൂറോ ആണ് കേട്ടോ. ചെറിയൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, വീലൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ചെറിയൊരു ഡിസ്ക് ബ്രേക്കൊക്കെ ഉണ്ട്. 389, 365 പല രീതിയിലുള്ള സ്കൂട്ടറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. കിക്ക് സ്കൂട്ടറുണ്ട്. ഇതിൻ്റെയൊക്കെ പാക്കറ്റുകളായി വിട്ടിരിക്കുന്നത്. ഇതൊക്കെ പടങ്ങളിവിടെ കാണാം നമുക്ക്. 9 ബോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ടോ, 9 ബോട്ട്. അത് സോഫ്റ്റ് ലോ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ അത് സോഫ്റ്റ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ വിലയാണ് 275. ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് അത് മീഡിയ മാർട്ടിൻ്റെ തന്നെയാണ്. അത് 395 കിട്ടും. Xiaomi എന്ന് പറയുന്ന ബ്രാൻഡ്. സോഫ്റ്റ് ലോയ്ക്ക് 275. ഇതിനെല്ലാം സെയിം ടെക്നിക്ക് തന്നെയാണ്. പിന്നെ ഇതുണ്ടോ, ഇതാകുമ്പോഴത്തേക്ക് ബ്രേക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതാണ് സൂപ്പർ. കുറച്ചുകൂടി ബ്രേക്കുള്ളതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. കാരണം ബാക്കിൽ ഒരു ഇതൊക്കെ ഉണ്ടോ, ബാക്കിലൊരു ഡിസ്കൊക്കെ ഉണ്ട് കേട്ടോ. ഡിസ്ക് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോട്ടറാണ് ഇത്, ഇലക്ട്രിസിറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെയിറ്റ് ചെയ്യാനുള്ള നമ്പർ ബോർഡുകൾ വെക്കാനുള്ള സെറ്റപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ടെ ഇതിനൊരു ടെമ്പററി രജിസ്ട്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. ടെമ്പററി രജിസ്ട്രേഷനെ കാണാൻ പറ്റും. കണ്ടില്ലേ ടെമ്പററി രജിസ്ട്രേഷൻ അത്. ഇത് കണ്ടില്ലേ, ഇതണക്ക് ഇതായിരിക്കുന്നത് ഒരു സ്കൂട്ടർ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ അടിഭാഗത്ത് കേട്ടോ. ഇത് നല്ല സെറ്റാണ് കേട്ടോ സാധനം. ഇത് നല്ല സ്കൂട്ടറായത് അല്ലേ ആവാനെ. 9 ബോട്ട് നല്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അടിപൊളി. വിലയെന്ന് പറഞ്ഞാൽ 769 യൂറോ ആണ് കേട്ടോ. 769. ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 15300 ആംപിയറാണ്. 20 km/h അതിൻ്റെ വേഗം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 769 യൂറോ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി? ഏകദേശം 57,000-60,000 രൂപയായി. ഇപ്പോൾ അടവെന്ന് പറയുന്നത് ഇത് 20 യൂറോ കൂട്ടിയാൽ തന്നെയും എന്താ പറയുക 1600-1700 രൂപയാണ്. 48 മാസത്തേക്കുള്ള അടവാണ് കേട്ടോ. 48 മാസം. ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റേ ആവുന്നുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ. എല്ലാവർക്കും വണ്ടി കിട്ടും കേട്ടോ. സുഖമായിട്ട് പോവാം. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. എല്ലാ വണ്ടിക്കും മെയിൻ ഹെഡ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ബ്രേക്ക് ലൈറ്റ്സും ഉണ്ട്. ഇത് 449 ഇതിൻ്റെ അടവെന്ന് പറയുന്നത്
14 യൂറോ 15 സെൻറ്റാണ്. 14 യൂറോ, 1 യൂറോ എന്ന് പറഞ്ഞാൽ തന്നെ 85 രൂപയാണ്. 10 ആയപ്പോഴത്തേക്ക് 800, 850, ഒരു 1600, 1700 ആ റേഞ്ച് വരും. 300 വാട്ടാണ്. ഈ വാട്ട്സിനനുസരിച്ച് നമുക്ക് കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും ചിലപ്പം കേട്ടോ. എനിക്കിത് ഈ ബ്രേക്കുള്ളതാണ് എപ്പോഴും ഇഷ്ടമെന്ന് പറയുന്നത്. ഇതൊന്ന് 395, സൂപ്പർ തന്നെ കേട്ടോ. ചെറിയൊരു ബെല്ലൊക്കെ ഉണ്ട്, ചെറിയൊരു ബെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ബെല്ലൊക്കെ ആയിരിക്കുന്നത്. സ്കൂട്ടറൊക്കെ ചാർജ് ചെയ്യുന്നതിന് ചാർജിങ് പോർട്ടുണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തുകൊണ്ടാണ്. ഇതിൽ നിന്ന് ചില ഇവിടെ എല്ലായിടവും മോഷണമാണെങ്കിൽ ഇതൊക്കെ മോഷണമൊക്കെ ഉണ്ട്. അത് മോഷണമൊക്കെ അടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. സ്മാർട്ട് ആപ്പുണ്ട്. സ്മാർട്ട് ആപ്പ് വെച്ച് നമുക്ക് കീക്ക് വരെ സ്മാർട്ട് ആപ്പ് ഉപയോഗിക്കാം. മൾട്ടി ഫങ്ഷണൽ കൺട്രോൾ പാനൽ, 45 കിലോമീറ്റർ ലോങ് റേഞ്ച് ബാറ്ററി, 45 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ പറ്റും കേട്ടോ. 300 വാട്ട് മോട്ടർ, 600 വാട്ട് മാക്സിമം ഔട്ട്പുട്ട്, ഇലക്ട്രിക് ബ്രേക്സ് ആൻഡ് ഡിസ്ക് ബ്രേക്ക്, ഷോക്ക് അബ്സോർബിങ്, ഇൻഫ്ലേറ്റബിൾ ടയർ, നമുക്ക് കാറ്റടിക്കാം. ഏവിയേഷൻ അലൂമിനിയം അലോയ് ഫിർമ, എയർക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്ട്രെങ്ത്താണ്, വെയിറ്റും കുറവാണ് സംഭവം. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 529, മാസം അടവ് 16 യൂറോ 65 മാത്രം. ഒരു ബോട്ടുണ്ടല്ലോ, 9 ബോട്ടിൻ്റെ ആ ഒരു സ്കൂട്ടറിൻ്റെ സ്പെക്കാണ് ഈ കാണുന്നിരിക്കുന്നത് കേട്ടോ. DDMC ടയേഴ്സ്, അതായത് ഡ്യുവൽ ഡെൻസിറ്റി മൈക്രോ സെൽ ടയേഴ്സ്, ഇൻസുലേറ്റബിളാണ്. മാക്സിമം സ്ലോപ്പ് 15%, 15% സ്ലോപ്പിൽ മാത്രമേ അത് ഉരുട്ടി കയറ്റാൻ പറ്റത്തുള്ളൂ. ഭയങ്കര തൂക്കായിട്ടുള്ള കയറ്റത്തിലൊന്നും അതൊന്നും ഉരുട്ടി കയറ്റാൻ പറ്റത്തില്ല കേട്ടോ, ഇച്ചിരി പാടാണ്. ബിൽഡിൻ ഫ്രണ്ട് LED ലൈറ്റ്, പിന്നെ ഡ്യുവൽ ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലും ഉണ്ട്, മെക്കാനിക്കൽ ബ്രേക്കും ഉണ്ട്. അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പോലെ. 22 കിലോമീറ്റർ റേഞ്ച്, മനസ്സിലായില്ലേ? വെയിറ്റ്, റൈഡിങ് ഹാബിറ്റ്സ് ഒക്കെ അനുസരിച്ചിരിക്കും. 22 കിലോമീറ്റർ ഇത് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ദൂരെ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒറ്റ ചാർജിൽ. 20 km/h ഇതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ. ചിലപ്പം വെയിറ്റ് ചെയ്തനുസരിച്ചിരിക്കും കേട്ടോ. അതാണ് ഇത് ഈ സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിള്ളേരെ കൊണ്ടു നടക്കുന്നതാണ് പറ്റും ഈ സ്കൂട്ടർ കേട്ടോ. ഈ ഇലക്ട്രിക് സ്കൂട്ടറെ സംഭവം സെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെയാണ് കേട്ടോ, സോറി, ഈ സ്കൂട്ടറിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്, അതല്ല. അതിൻ്റെ ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പറയാം. അതിൻ്റെ കുറച്ചുകൂടി നല്ല സ്പെക്കാന്ന് തോന്നുന്നു കേട്ടോ. അത് നല്ല ബാറ്ററി വലിപ്പമുള്ള, അത് കുറച്ചുകൂടി റേഞ്ച് കൂടിയതായിരിക്കും അത്. ഇതൊക്കെ റേഞ്ച് കുറഞ്ഞതാണ് ഇതെല്ലാം. ഇതൊക്കെ 22 കിലോമീറ്റർ, 40 കിലോമീറ്ററൊക്കെ, 40 കിലോമീറ്റർ റേഞ്ചുള്ളത് ഇതാണ് സിയോമിയുടേത്. ഇതൊക്കെ 22 കിലോമീറ്ററൊക്കെ ഉള്ളു. അപ്പോൾ അതിന് ഇച്ചിരി റേഞ്ച് കൂടുതലായിരിക്കും. യൂറോയ്ക്ക് ഫിഷറിൻ്റെ ഈ ബൈക്കാണിത്. ട്രക്കിങ്ങിന് എല്ലാം ഉപയോഗിക്കാം. ഇത് ആണുങ്ങൾക്കുള്ള ബൈക്കാണിത്. 120 കിലോമീറ്റർ നമുക്കിത് ഓടിക്കാൻ പറ്റും. സൈക്കിളും കൂടി ചവിട്ടുവാണല്ലേ നമുക്ക് ചെറിയ ഒരു എനർജി കൊടുത്താൽ മാത്രം മതി സൈക്കിൾ കേട്ടോ. സൂപ്പറാണ്. ഫിഷറിൻ്റെ അടിപൊളി സൈക്കിളാണ് കേട്ടോ ഇത്. അതിൻ്റെ മോട്ടർ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഹബിനുള്ളിലാണ് ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്. ബാക്കിൽ 1, 2, 3, 4, 5, 6, 7, 8 ഗിയറുണ്ട്. 8 ഗിയർ ബാക്കിലും 3 ഗിയർ ഫ്രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോഡ് കുറച്ച് വളരെ സൂപ്പറായിട്ട് ഇത് നമുക്ക് ഹൈക്കൊക്കെ ചെയ്യാൻ പറ്റും, ട്രക്കിങ്ങൊക്കെ പോകാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതിന് മാസം അടവുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ചാർജസോ ഒന്നുമില്ല. 1329 യൂറോ അതിൻ്റെ ടോട്ടൽ വേണം. 1,00,000 സംതിങ് ആണ് ഈ സൈക്കിളിൻ്റെ വില. 30 യൂറോ, ഒരു 2500-3000 രൂപയ്ക്ക് അടവ് വരും. 60 മാസമാണ് അടവെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബസ് ടിക്കറ്റൊക്കെ വെച്ച് സേവ് ചെയ്യാം കേട്ടോ. ഒരു ബസ്സിന് കയറുന്ന 2 യൂറോ വെച്ച് 1 മണിക്കൂറത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതും അതേ സെയിം മോഡൽ തന്നെ, പക്ഷേ ഇത് ലേഡീസിനുള്ള. ഇതും ബാക്കിൽ ഹബ്ബ് മോട്ടറൊക്കെ ഉള്ളു. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ഇത് 1399 ഇതിന് 29 തന്നെയാണ് അടവ് വരുന്നത്. 30 യൂറോയ്ക്ക് അടുപ്പിച്ചാണ്. ഇതിന് 120 കിലോമീറ്റർ, 135 kg ആണ്. ഇതിനകത്ത് കൊച്ചുങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ബാക്കിൽ സ്പേസ് സീറ്റ് വെച്ചാൽ മതി. ഇതാൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി നമുക്ക് ഡിസ്കപ്പിൾ ചെയ്യാം, കപ്പിൾ ചെയ്യാം. ഇത് ഗിയർ പ്രോബ്ലംസ് എല്ലാം സാധാരണ കണക്കാണ്. നമുക്ക് ഇതിന് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗിയർ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും പറ്റുന്നതാണ്. ഇത് ഗിയർ അപ്പ് ഡൗണ്, ഇത് ഗിയർ അപ്പ്, ഇത് ഡൗണ്. നമുക്ക് സൈക്കിളിൻ്റെ ബെല്ല്, നമുക്കൊരു ചെറിയ എന്താ പറയുന്നത്, ഫിഷറിൻ്റെ എന്താ പറയുന്നത് ഒരു ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും, എത്ര ഗിയറിലാണ് പോകുന്നത്. ഇത് ഗിയർ അപ്പ് ചെയ്യാൻ, ഇത് ലൈറ്റ് ഓൺ ചെയ്യാൻ, ഇതിൻ്റെ മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. ഇത് വെച്ചിട്ട് വളരെ സൂപ്പറാണ് കേട്ടോ. മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനൊക്കെ പറ്റുന്നത് ഈ ഒരു സ്വിച്ചിലാണ്. സംഭവം പൊളിയാണ് കേട്ടോ. ഫിഷറിന് നല്ല അടിപൊളിയാണ് കേട്ടോ ബ്രാൻഡ് സൈക്കിൾ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ടിലാണ് മോട്ടർ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ഹബ്ബിലാണ് ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്.
ബാക്ക് ഹബ്ബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹബ്ബിനുള്ളിലാണ് ഇതിൻ്റെ ഗിയർ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മുടെ ടോക്ക് കൺവേർട്ടറൊക്കെ കണക്ക് ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് ഗിയർ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് ഈ സ്പ്രോക്കറ്റിൻ്റെ അളവിലല്ല, അതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ വ്യത്യാസം വരും. സെറ്റിങ്സിൽ അകത്ത് വേം ഗിയർ പോലത്തെ ഗിയേഴ്സൊക്കെ ഉണ്ട്, അതിൽ വ്യത്യാസം വരും. വലിയ വ്യത്യാസം വരുമ്പോൾ ഇതിൻ്റെ സ്പീഡ് വ്യത്യാസം വരും. സ്പീഡ് കുറയ്ക്കാൻ കൂട്ടാൻ എല്ലാം ചെയ്യാം. ഇതിനകത്താണ് ഗിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ ബാക്കിയൊക്കെ മേലൊക്കെ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1179 അതിൻ്റെ വിലയെന്ന് പറയുന്നത്. ഇത് 140 കിലോമീറ്റർ ഓടിയാൽ 140 കിലോമീറ്റർ. അത് കൊള്ളാമല്ലോ. 1179 യൂറോയും 140 കിലോമീറ്ററും. ഇത് മറ്റേനെ കടിച്ചിട്ട് വില കുറവാട്ടോ. ഇതിന് 24 യൂറോ അവിടെ വരും. 27 യൂറോ ഒരു സെൻറ്റ് 60 മാസത്തേക്ക്. ഇത് മറ്റേനെക്കാട്ടിയും കുറവ് കൂടിയാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ. ഗിയർ കൂടുതലാണ്, കുറച്ചുകൂടി ബെറ്ററാണ്. ഇതിൻ്റെ കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റേത് 120 കിലോമീറ്റർ ഇത് ഓടത്തുള്ളൂ. പക്ഷെ അത് 140 കിലോമീറ്റർ ഓടുമെങ്കിലും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ മോട്ടർ ആയതുകൊണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ബാക്കിലല്ലേ മോട്ടർ, അതിൻ്റെ ഫ്രണ്ടിലാണ് മോട്ടർ. എന്തായാലും കൊള്ളാം അല്ലേ. ഇത് നല്ല സെറ്റ് തന്നെ സൈക്കിള്. ഇത് ലേഡീസിനുള്ള സൈക്കിളാണെന്ന് തോന്നുന്നു. സംഭവം സെറ്റ് തന്നെ. വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇനിയൊരു എപ്പിസോഡിൽ വേറെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.